സുഹൃത്തുക്കളെ, എല്ലാ ഭാരത സ്നേഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അത് നേരുമ്പോഴും നമ്മുടെ രാജ്യം എത്രമാത്രം സ്വതന്ത്രമായിട്ടുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതായി നമ്മൾ സ്കൂളുകളിൽ നിന്നും പഠിച്ചെടുത്ത ജീവിക്കാനുള്ള അവകാശവുമൊക്കെ എത്രമാത്രം പ്രാവർത്തികമാണ് നമ്മുടെ രാജ്യത്ത് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ജീവിക്കണം, ഒരു മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കണം, അവൻ എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെടേണ്ടത്, അവനെ ആര് കൊല്ലണം, എങ്ങനെ കൊല്ലണം, എപ്പോൾ കൊല്ലണം, എന്തുകൊണ്ട്. ഇവിടെ ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചില ഭീകരവാദ സംഘടനകൾ, ഹിറ്റ് സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീവ്രവാദ സംഘടനകൾ. അവരുടെ ലിസ്റ്റിൽ 9ാമത്തെ വ്യക്തിയാണ് ഞാൻ. ജാമിദ കൊല്ലപ്പെടണം. എന്തുകൊണ്ട്? സകലമാന മുസ്ലിങ്ങൾക്കും ഭീഷണിയാണ്. എന്തുകൊണ്ട്? നമ്മുടെ മതഗ്രന്ഥങ്ങൾ അവർ വ്യക്തമായും പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാൻ പാടില്ലേ? അതെ, അതില് തള്ളാനുള്ളതും കൊള്ളാനുള്ളതുമുണ്ട്. പബ്ലിക്കിൽ പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമുണ്ട്. അത് വരട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പറയാൻ പാടില്ലാത്തത് നിങ്ങൾക്ക് ബഹിഷ്കരിച്ചൂടെ? എന്നിട്ട് പറയാൻ പാടുള്ളതും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വസ്തുതകൾ മാത്രം കോർത്തിണക്കി നമ്മുടെ ഗ്രന്ഥം ഒന്ന് നവീകരിക്കാം, നമ്മുടെ ഗ്രന്ഥം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തേ? കാലങ്ങൾക്കതീതമാണ്, കാലാതീതമാണ്, ശാസ്ത്രഗ്രന്ഥമാണ്, ലോക അവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാനവിക ദർശനമാണ് എന്നൊക്കെയുള്ള തള്ളുകളല്ലാതെ എന്താണുള്ളത്? രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിൻ്റെ 78ാം വാർഷികത്തിലാണ് നമ്മളുള്ളത്. അപ്പോഴും നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാൾ ഏറെ രാജ്യവിരുദ്ധർ ലോകത്തിന്റെ ഒരു കോണിലുമില്ല എന്ന് പറയേണ്ടി വരും. ഇനി പാകിസ്ഥാനിൽ ഈ നാടിന്റെ ശത്രുക്കളുണ്ടോ? അഫ്ഗാനിലുണ്ടോ? ചൈനയിലുണ്ടോ? അമേരിക്കയിലുണ്ടോ? ഇനി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി, കാനഡയ്ക്കകത്തു വരെ ഇന്ത്യ വിരുദ്ധന്റെ തലതെറിപ്പിച്ച റോ പോലെയുള്ള ചാര സംഘടനയുടെ സമ്പൽ സമൃദ്ധിയിലാണ് നമ്മളുള്ളത്. പക്ഷേ ഈ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ എന്തു ചെയ്യും എന്നതിലാണ് ഇന്ത്യ ഇപ്പോഴും അന്തം വിട്ടു നിൽക്കുന്നത്. പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയാണ് അകത്തുള്ള ശത്രുക്കൾ. സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയൊക്കെയാണ് സ്ഫോടനം നടത്തേണ്ടത്, എവിടെയൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കണം, കൃത്യമായി ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഏതോ ശത്രുക്കൾ പടച്ചുവിടുന്നതാണ്. അല്ല, ഒരു ശത്രുവിനും അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് ഇത്തരം ഭീകരർ കടന്നുകൂടിയിട്ടുണ്ട്. ഇന്നലെ കണ്ടില്ലേ, ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ പാകിസ്ഥാൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയതിനു തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഭീകരനോട് സംസാരിക്കുന്ന ജാവലിൻ താരമായ അർഷാദ് നദീമിന്റെ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എമ്പാടും നിറഞ്ഞു കിടപ്പുണ്ട്. ഇന്ത്യയും അമേരിക്കയും അടക്കം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരനായ മുഹമ്മദ് ഹാരിസ് ധറിനോടൊപ്പമുള്ള നദീമിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബ അഥവാ LET, രാഷ്ട്രീയ മുന്നണിയായ മിലി മുസ്ലിം ലീഗ് അഥവാ MML, ഇവരുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ഹാരിസ് ധർ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം നദീം പാകിസ്ഥാനിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ഈ കൂടിക്കാഴ്ചയെന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നു, അവര് വാദിക്കുന്നു. എന്നാൽ കൂടിക്കാഴ്ചയുടെ സമയം കൃത്യമായി സ്ഥിരീകരിക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് എന്ന് കരുതപ്പെടുന്ന
ഹാഫിസ് സെയ്ദ് കൊണ്ടുവന്ന സംഘടനയാണ് മിലി മുസ്ലിം ലീഗ്. 2018 ഹാരിസ് ധർ ഉൾപ്പെടെ 7 MML നേതാക്കളെ US ഭീകരരായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ലഷ്കർ ഇ ത്വയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2017 സെയ്ദ് MML രൂപീകരിക്കുന്നത്. ഇത്രയും ഭീകരവാദ സംഘടനകൾ ഈ രാജ്യത്തിനകത്തും പുറത്തുമായി ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നതും അത് തന്നെയാണ്. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. അള്ളാഹുവും നബിയും എന്താണോ ശരിയെന്ന് പറഞ്ഞത് അതിനെ അംഗീകരിക്കുകയും എന്താണോ തെറ്റാണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയത് അതിനെ നിരാകരിക്കുകയും ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ മമ്മദിന്റെ ഗുണ്ടകളെ, എന്റെ അടിമകളെ, നിങ്ങൾ അവരുടെ പിരടിക്ക് വെട്ടിക്കോ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് ഹിറ്റ് ലിസ്റ്റിൽ എന്റെ പേര് വന്നത്. എന്നെ കൊന്നാൽ ഇത് ഇല്ലാതാകുവോ? ഇനി ആരും ഇത് പറയാതാകുവോ? എതിർ ശബ്ദങ്ങളെ ആയുധം ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്, നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ആശയ ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണത്. നേരിട്ട് വരട്ടെ, സംവദിക്കാം. കേരള ഹൈക്കോടതി ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ 2 സംഘടനയെ പേരെടുത്തു പറഞ്ഞതിന്റെ പേരിൽ കൊല്ലാൻ തീരുമാനിക്കുന്നത് പാപ്പരത്വമാണ്. എന്തിനാണ് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ? 2018 തെരഞ്ഞെടുപ്പില് MML മത്സരിക്കുമെന്നും സെയ്ദ് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് തന്നെയല്ലേ ഇവിടെ SDPIയും ചെയ്തത്. പിന്നീട് MMLന് US ഉപരോധം ഏർപ്പെടുത്തി. അതോടെ അവർക്ക് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ SDPIക്ക് അതിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ട് പോലും രാഷ്ട്രീയ സംഘടനയായ SDPIയെ നിരോധിക്കാൻ സാധിക്കാതെ പോയത്. ഒരു കപ്പലിനെ ഒരിക്കലും കപ്പലിന് പുറത്തുള്ള വെള്ളം മുക്കത്തില്ല. കപ്പലിനകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത്. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ അകത്താണുള്ളത്. നേരത്തെ തന്നെ പാരീസിലെ ജാവലിൻ ത്രോ ഫൈനലില് 92.97 മീറ്റർ എന്ന റെക്കോർഡ് ദൂരം എറിഞ്ഞാണ് അർഷാദ് നദീം സ്വർണം നേടിയത്. ഒളിമ്പിക് റെക്കോർഡും താരം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഭീകരവാദ ബന്ധവും ഈ തീവ്രവാദ ബന്ധത്തിനുമൊക്കെ എന്ത് സമാധാനം പറയും? ഈ മുസ്ലിം ഭീകരത ഇപ്പോ തുടങ്ങിയതല്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച ആ ഒരു സംസ്കാരം, ആ ഒരു മത തീവ്രത, അതിനോടുള്ള പ്രചോദനം മസ്തിഷ്കത്തിൽ കയറിയിട്ട് പ്രകോപിതരായ ഒരു വിഭാഗം മുസ്ലിങ്ങൾ പൗരസമൂഹത്തിനെതിരെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരത. എന്റെ മതവും എന്റെ ആശയവും സ്വീകരിക്കാത്തവർ ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഇതെങ്ങനെ നടപ്പിലാക്കും? ഇത് 6 നാട്ടിൽ 100 പേരുകളിലാണ് അറിയപ്പെടുന്നത്. 6 നാട്ടിൽ 100 പേരുകൾ. ഇവരെല്ലാം ഒന്നു തന്നെ. ഇവരുടെ സ്വഭാവങ്ങൾ ഒന്നു തന്നെ, ലക്ഷ്യങ്ങൾ ഒന്നു തന്നെ, ഇവരുടെ പ്രവർത്തന മേഖലകൾ ഒന്നു തന്നെ, പ്രവർത്തന രീതികൾ ഒന്നു തന്നെ. 2020 ഒരു ആഗോള ഭീകരതാ സൂചിക പുറത്തു വന്നിരുന്നു. മുൻനിര ഭീകരവാദ രാജ്യങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പ്രാഥമിക ചാലകമായി സംഘർഷം തുടരുന്ന രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യവുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? 10 തീവ്രവാദ രാജ്യങ്ങളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. 10 മുൻനിര തീവ്രവാദ രാജ്യങ്ങളിൽ 5 എണ്ണം ഇന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, സിറിയ, സൊമാലിയ, യമൻ. ഇവിടെയൊക്കെ എപ്പോഴാണ് സംഘർഷങ്ങൾ ഇല്ലാതായിട്ടുള്ളത്? ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഏത് കാലത്താണ് സമാധാനം കിട്ടിയിട്ടുള്ളത്? അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും നൈജീരിയയാണെങ്കിലും സൊമാലിയ, ഇവിടെയൊക്കെ നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾക്ക് വല്ല ഇളവുകളുമുണ്ടോ? വല്ല കുറവുകളുമുണ്ടോ? യമനിൽ എത്ര കണ്ട് തീവ്രവാദ സംഘടനകളുണ്ട്? യമനിലെ ഹൂതികളല്ലേ ഇപ്പം ഇസ്രയേലുമായിട്ട് കടലിൽ ഇടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെങ്കടലില്.
യമനിലെ പിളർന്ന ഭീകര ഗ്രൂപ്പുകളും ദേശീയ സർക്കാരുകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട് ഇപ്പോഴും. ഇറാഖിലും സിറിയയിലും കുറവുണ്ടോ? ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് എവിടെയാ കുറവുള്ളത്? ഫിലിപ്പീൻസിൽ കുറവുണ്ടോ? ഫിലിപ്പീൻസിലെ തീവ്രവാദത്തിൽപ്പെട്ട മരണങ്ങൾ എത്രയാ? 2019 തുടർച്ചയായ 2ാം വർഷവും 284 മരണങ്ങളായി കുറഞ്ഞു. മുമ്പ് ആയിരക്കണക്കിലായിരുന്നു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ 2018 424 നിന്ന് 2019-18 ആയപ്പോൾ 18% കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാ രാജ്യങ്ങളും തീവ്രവാദത്തിനെതിരെ, തീവ്രവാദികൾക്കെതിരെ രാജ്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ ആ രാജ്യത്തിന്റെ ജയിലുകൾ തുറന്നിടുകയും ചെയ്തപ്പോൾ അവർക്ക് ഭീകരവാദത്തിന് അറുതി വരുത്തേണ്ടി വന്നു. തീവ്രവാദം ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്. ഫിലിപ്പീൻസ് തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 10 രാജ്യങ്ങളിൽ സ്ഥാനം നേടിയ ഒരേ ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് ന്യൂ പീപ്പിൾസ് ആർമി ഫിലിപ്പീൻസിലെ ഏറ്റവും സജീവമായ ഒരു തീവ്രവാദ സംഘടനയാണ്. 2019 മാത്രം 98,132 മരണങ്ങളിൽ 35% മരണങ്ങൾക്ക് 38% ഭീകരതയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്നാ പറയുന്നത്. ഇനി എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കഴിഞ്ഞ വർഷം മാത്രം തീവ്രവാദത്തിൽപ്പെട്ട മരണനിരക്ക് കുറഞ്ഞതിന് ശേഷം 2019 തീവ്രവാദ പ്രവർത്തനത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങളാണ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും കൂടി വരുന്നു. 58% വർധനമുണ്ടായിരിക്കുന്നത്. ഇനിയും 8ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം പറയാൻ കാരണം. 2019 ഇന്ത്യയിൽ 558 ഭീകരാക്രമണങ്ങളും 277 മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2018 മുതൽ 20% മരണങ്ങളിലും ആക്രമണങ്ങളിലും കുറച്ച് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഭീകരൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന് തീ വെച്ചത് നമുക്കറിയില്ലേ? സ്ഫോടനം നടത്തിയത് നമുക്കറിയില്ലേ? 3 പേരെ കൊന്നത് നമുക്കറിയില്ലേ? ആ ഷാരൂഖ് സൈഫിയെ കേരള പോലീസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് നമുക്കറിയില്ലേ? 5 ബോഗികളിലായി അപായ ചങ്ങല വലിച്ചിട്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. എവിടെയാണ് തീവ്രവാദം പതിയിരിക്കുന്നത്? ഏറ്റവും കുറഞ്ഞ സ്വാധീനം ചെലുത്തിയ പട്ടികയിൽ ഇന്ത്യയില്ല. ഏറ്റവും കൂടുതൽ ഭീകരവാദമുള്ള രാജ്യങ്ങളിലാണ് നമ്മുടെ രാജ്യമുള്ളത്. പാകിസ്ഥാൻ 7ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 8ൽ ഇന്ത്യയും. ഭീകരതയുമായി ബന്ധപ്പെട്ട് എത്രയെത്ര മരണങ്ങളാണ് നടക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഖൊറാസാൻ, താലിബാൻ, പാകിസ്ഥാൻ, TTP, ഒരുപാട് ഭീകരവാദ സംഘടനകൾ. യമൻ തുടർച്ചയായ 4ാം വർഷവും യമനിലെ ഏറ്റവും മാരകമായ ഭീകര സംഘടനയാണ് അൻസാറുള്ള. അള്ളാഹുവിന്റെ സഹായം എന്നാണ്. തീവ്രവാദത്തിൽ നിന്നുള്ള മരണങ്ങളിൽ 75% ഈ ഭീകരരുണ്ടാക്കുന്ന ആക്രമണം കാരണമാണ്. 5ാം സ്ഥാനത്ത് സൊമാലിയ ഉണ്ട്. 4ൽ സിറിയയുണ്ട്. ഇതൊന്നും കുറഞ്ഞ കണക്കുകളല്ല. ഇവരെയൊന്നും അമർച്ച ചെയ്യാനോ നിയന്ത്രിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനോ ആ രാജ്യത്തിന് സാധിക്കാതെ വരുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെയും ഈ SDPI ഭീകരതയെയും ഒന്നും അമർച്ച ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കാതെ പോകുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചതുകൊണ്ട് ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ തീവ്രവാദം പോയി പോകുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇല്ല, ആ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ ഇപ്പോഴുമുണ്ട്. ഇന്നിപ്പോ ജമ്മു കാശ്മീരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനിടയിൽ ജമ്മു കാശ്മീരിൽ ബോംബ് പൊട്ടി. അത് ആകാശ ബോംബാണ് പൊട്ടിയത്. ബാംഗ്ലൂരിൽ കുക്കർ ബോംബ് പൊട്ടി. എവിടെയെല്ലാം ഏതെല്ലാം രൂപത്തിലാണ് ഇവർ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറിയായ സത്താർ കൃത്യമായി രേഖപ്പെടുത്തി. മോനെ,
സത്താർ NIA പറഞ്ഞു, ഞങ്ങള് ഇന്ന സ്ഥലങ്ങളിലാണ് സ്ഫോടനം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. ഓരോരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴെല്ലാം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും രൂപത്തിൽ പൊട്ടിത്തെറികൾ സംഭവിക്കണം. കാരണം ഇവർക്ക് ഇവരുടെ സ്വാധീനം ഉറപ്പുവരുത്തണ്ടേ. ഇപ്പോ ജമ്മു കാശ്മീരിലെ കുൽഗാമില് ഇന്ന് പുലർച്ചെയാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ദംഹൽ ഹൻജിപോറ മേഖലകളിൽ ഉണ്ടായ മേഘത്തിലാണ് ഒരാൾ മരിച്ചു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം ജാഗ്രതയുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തിനകത്തുണ്ടായിട്ട് ആ പ്രദേശത്ത് മുഴുവനും തെരച്ചിലും രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. മുക്താർ അഹമ്മദ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയുടെ ഈ സംവിധാനം ഇത്രമാത്രം സജീവമായിരുന്നില്ലെങ്കിൽ എത്ര മരണങ്ങൾ ഈ ഭാരതത്തിൽ ഇന്നൊരു ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം ആദ്യം തന്നെ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലും മേഘവിസ്ഫോടനം ഉണ്ടായി. റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ശ്രീനഗറിലെ ദേശീയപാത ഉൾപ്പെടെ 190-ലധികം റോഡുകൾ അടയ്ക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രളയത്തിൽ 294 ട്രാൻസ്ഫോമറുകളും 124 ജലവിതരണ സംവിധാനങ്ങളും തകർന്നു. ഇവരെന്താണ് ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത്? മനസ്സിലായോ? കുക്കർ ബോംബും ബലൂൺ ബോംബുകളും ഇങ്ങനെ നമ്മുടെ നാടിനെ പല രൂപത്തിലും കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഇന്നലെ കണ്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബലൂണിനകത്ത് പാകിസ്ഥാൻ വിജയിക്കട്ടെ എന്ന് എഴുതുക, എന്നിട്ടത് പറത്തി വിടുക. എന്തിന്? ഇന്ത്യയോടുള്ള വിരോധം ഇവർക്ക് ഏത് രൂപത്തിലും കാണിക്കണം. ഇന്ത്യയോടുള്ള വിരോധം ഇവർക്കൊന്ന് പ്രചരിപ്പിക്കാൻ കിട്ടുന്ന ഏത് സമയവും ഇവരതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ നിർമ്മിച്ച ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയാണെന്ന് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. പകരം ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ശക്തമായ മുഖം സൃഷ്ടിക്കുകയാണ് BJP സർക്കാർ. സ്വാതന്ത്ര്യം നേടുന്ന നാളുകളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുറിച്ച് പ്രചരിപ്പിച്ചത് പട്ടിണിയുടെ നാട് എന്ന ചിത്രമായിരുന്നു. വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും കേളികൊണ്ട നാട്. ഇന്ത്യയെ പാമ്പാട്ടികളുടെ നാടായും അവർ കണ്ടു. അതിനർത്ഥം ഇന്ത്യ അന്ധവിശ്വാസങ്ങളുടെ നാടാണ് എന്നതാണ്. അതുപോലെ കുഷ്ഠരോഗികളുടെ നാടാണ് ഇന്ത്യ എന്നവർ പ്രചരിപ്പിച്ചു. ഈ ധാരണ പിന്നീടും നിരവധി ദശകങ്ങളായി തുടർന്നു പോയിട്ടുണ്ട്. പാശ്ചാത്യ രാഷ്ട്രങ്ങളൊക്കെ നിർമ്മിച്ച ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ ഇന്ന് ഏത് രൂപത്തിലാണ് മാറുന്നത് എന്ന് നോക്ക്. ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ശക്തമായ മുഖം സൃഷ്ടിക്കുകയാണ് BJP സർക്കാർ. ഭാരതത്തെ കുറിച്ചിട്ടുള്ള ഈ സങ്കല്പങ്ങൾ മാറ്റി എഴുതുമ്പോൾ നിരവധി വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. എല്ലാവർക്കും ക്ഷേമം, കരുത്തുറ്റ ദേശീയത, ഭാരതീയ സംസ്കാരത്തിന്റെ വേരുകളിലേക്കും അടക്കം, ഇത് മൂന്നുമാണ് നരേന്ദ്രമോദിയുടെ ഭരണരാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ കാതൽ. വിദ്യാഭ്യാസത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും രാഷ്ട്രീയം. പക്ഷേ അവർ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞവരാണ്. അതിനൊപ്പം അവർ വിദ്യാഭ്യാസത്തിന്റെ താക്കോൽ ഇടത് രാഷ്ട്രീയ ബുദ്ധിജീവികൾക്ക് പതിച്ചു നൽകിയവരാണ്. എന്നാൽ നരേന്ദ്രമോദി ആണെങ്കിലോ ഭാരതത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തെയും തനിമയെയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തെയും സാങ്കേതിക വിദ്യാ മുന്നേറ്റത്തെയുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്ക്, ഇന്ത്യയുടെ ഓഹരി വിപണി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നിരവധി സാധാരണ നിക്ഷേപകരെ വരെ കോടിപതികളാക്കി മാറ്റുന്നതായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയുടെ കുതിപ്പ്. ഇതിന് കാരണം മോദി സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ കുതിപ്പാണ് ഇക്കാലയളവിൽ നേടിയത്. രാസവളം നിർമ്മിക്കുന്ന FSC, ST പോലെയുള്ള
പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ഉപകരണങ്ങളും മറ്റും നിർമ്മിക്കുന്ന RVNL, IRFC, ജൂപ്പിറ്റർ വാഗൺ തുടങ്ങിയ സ്ഥാപനങ്ങൾ റെയിൽവേയുടെ വികസന കുതിപ്പിനൊപ്പം വളർന്നു. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വികസിച്ചതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ BEL, HAL തുടങ്ങിയ കമ്പനികളും വളർന്നു. ദാരിദ്ര്യമാണ് നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് ഷിപ്പിംഗ് രംഗത്ത് അറ്റകുറ്റപ്പണികളും പുതിയ യുദ്ധക്കപ്പൽ നിർമ്മാണവും വിദേശത്ത് നിന്നുള്ള ഓർഡറുകളും ഒഴുകിയെത്തിയതോടുകൂടി പൊതുമേഖല ഷിപ്പിംഗ് കമ്പനികളായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ മസ്കോൺ ഡോക്ക്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ വളർന്നു. ഇതുപോലെ ബാങ്കിംഗ് രംഗത്ത് കിട്ടാക്കടം കുറച്ചു കൊണ്ടുവന്നു. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി SBI പോലെയുള്ള പൊതുമേഖലാ ബാങ്കുകളും വളർന്നു. നരേന്ദ്രമോദിയുടെ നയമാറ്റങ്ങളിലൂടെ വിവിധ മേഖലകളിലെ പൊതുമേഖലാ കമ്പനികൾ വളർന്നു. അതോടെ ഇവയുടെ ഓഹരി വിലയും 10 മടങ്ങ് വർദ്ധിച്ചു. ഇത് ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് വലിയ ലാഭം നേടാനുള്ള അവസരമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണിന്ന്. നടപ്പ് സാമ്പത്തിക വർഷം ലോകത്തിലെ വിവിധ ധനകാര്യ റേറ്റിംഗ് കമ്പനികളും സാമ്പത്തിക വിശകലന കമ്പനികളും ഇന്ത്യയുടെ GDP 7% കൂടുതൽ വളരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നതെല്ലാം തിരുത്തി അതിനേക്കാൾ മെച്ചപ്പെട്ട വളർച്ചാ നിരക്കാണ് ഇന്ത്യക്ക് ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചു കൊടുക്കുന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ സമ്പദ്ഘടനകൾ പോലും കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ കുതിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ശോഭനമായ വളർച്ച വിദേശ ശക്തികളെ മുഴുവൻ അസൂയയിലാക്കുന്നുണ്ട്. രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കി മാറ്റുക എന്നത് പ്രധാനമന്ത്രിയുടെ എക്കാലത്തെയും സ്വപ്നമാണ്. ഡോളർ പോലെ എവിടെയും കൊടുക്കാവുന്ന, എവിടെയും സ്വീകരിക്കാവുന്ന ഒരു കറൻസിയായി രൂപയെ മാറ്റുക ഇതൊരു വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളിയിൽ കുറെ ദൂരം ഇന്ത്യ മുന്നേറി കഴിഞ്ഞു. പക്ഷെ കടമ്പകളും വലുതാണ്. ഇന്ത്യയിൽ 1 ഡസനോളം ബാങ്കുകൾക്ക് 18 രാജ്യങ്ങളുമായി രൂപയിൽ ഇടപാട് നടത്താൻ റിസർവ് ബാങ്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം വിദേശ ബാങ്കുകളുമായി ഇടപാടുകൾ നടത്താൻ വോസ്ട്രോ അക്കൗണ്ടുകൾ 2022 തന്നെ തുടങ്ങി. ഡോളറിന് ബദലായി രൂപ എന്ന ആശയത്തിന് മോദിയെ പ്രേരിപ്പിച്ചത് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് US ഉപരോധം ഏർപ്പെടുത്തിയ സമയത്താണ്. ഡോളറിനെ US ഉപരോധ ആയുധമാക്കി. ഇത് രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കാനുള്ള സുവർണ അവസരമായി നരേന്ദ്രമോദി കണ്ടു. കാരണം ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും വില കുറവിൽ അസംസ്കൃത എണ്ണയും മറ്റ് ചരക്കുകളും വാങ്ങാൻ ഡോളർ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ രൂപ ഉപയോഗിക്കാൻ കഴിഞ്ഞത് വലിയ ഉപകാരമായി. അതുകൊണ്ട് രൂപയെ ശക്തമായ ഒരു കറൻസിയാക്കി മാറ്റാനും കഴിയും. ഈ ശ്രമം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല, എന്നാലും അതും കടമ്പ കടന്നുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ സ്വയം പര്യാപ്ത ഗ്രാമം പോലുള്ള പല ദർശനങ്ങളെയും നരേന്ദ്രമോദി പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കുന്ന അഹിംസാ മാർഗം പുതിയ ഭാരതത്തിന്റെ വഴിയല്ല എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. ചുറ്റുപാടും നിറഞ്ഞാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ താണ് കേണു വഴങ്ങുന്ന ഭാരതമല്ല, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഭാരതമാണ് കരണീയം എന്ന് പുതിയ മോദി സർക്കാർ മാറ്റിത്തിരുത്തി. ഇന്ത്യയെ ശക്തമായ ഭാരതമാക്കി വളർത്തിയെടുക്കാൻ, ലോകത്തിലെ ആദ്യ 3 സാമ്പത്തിക ശക്തിയായി വളർത്താൻ വിനീതമായ വിധേയത്വമല്ല വേണ്ടത്, അടിമബോധമല്ല വേണ്ടത്, ചാണക്യ തന്ത്രങ്ങളാണ് എന്ന് തന്നെ മോദി തെളിയിച്ചു. അഹിംസയാകാം അത് അർഹിക്കുന്നവരോട് മാത്രം. പക്ഷേ ഇന്ത്യയെ ഏഷ്യയിലെ ശക്തമായ രാഷ്ട്രമാക്കി നിലനിർത്താൻ അഹിംസ കൊണ്ട് മാത്രം സാധ്യമല്ല. ശക്തമായ നിലപാടുകളിലൂടെ നയങ്ങൾ വ്യക്തമാക്കുകയാണ് കാലത്തിന്റെ ആവശ്യം. ഇന്ത്യയുടെ ശത്രുക്കൾ ചൈനയും പാകിസ്ഥാനുമാണ്. ചിലപ്പോഴൊക്കെ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങൾ. ഇവരുമായി ഇടിച്ചു നിന്ന് വേണം ഇന്ത്യയെ ലോകശക്തിയാക്കി മാറ്റാൻ. അതുകൊണ്ട് തന്നെ കരുത്തുറ്റ പ്രതിരോധം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് BJP സർക്കാർ മനസ്സിലാക്കി. നമുക്കറിയാം, 2019 പാകിസ്ഥാൻ തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 46 ഇന്ത്യൻ പട്ടാളക്കാരെ ബോംബാക്രമണത്തിൽ വധിച്ചു. ഉടനെ തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തി. പ്രത്യാക്രമണം. പാകിസ്ഥാന്റെ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് ബാലാക്കോട്ടിലുള്ളത്. ഏതാനും മണിക്കൂറുകൾ ഒന്ന് ഇരുട്ടി വെളുക്കും മുമ്പ് ഇന്ത്യൻ യുദ്ധവിമാനം ബാലാക്കോട്ടിൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു. ഇത് പുതിയ ഇന്ത്യയുടെ വരവറിയിക്കുകയാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ഭാരതമല്ല ഇത്. ഒരു കരണത്തടിക്കാൻ കൈ പൊക്കുന്നതിന് മുമ്പ് അവന്റെ നാഭിക്ക് ചവിട്ടി നാട്ടലൊടിക്കുന്ന ഇന്ത്യയാണിത് എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു.
ആക്രമണം നടത്തിയ ശേഷം പൈലറ്റുകൾക്കോ യുദ്ധവിമാനങ്ങൾക്കോ ഒരു കേടുപാട് പോലും സംഭവിക്കാതെ എല്ലാം ഇന്ത്യയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷിയുടെ കരുത്താണ് ലോകത്തെ അറിയിച്ചത്. 2016 ഉറി ആക്രമണം, പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജമ്മു കാശ്മീരിലെ ഉറിയുടെ സൈനിക ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണം. 2016 സെപ്റ്റംബറിലായിരുന്നു ഉറി ആക്രമണം നടത്തിയത്. ഇന്ത്യൻ കരസേനയുടെ ബ്രിഗേഡ് ആസ്ഥാനത്തിന് നേരെയാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. 19 ഇന്ത്യൻ പട്ടാളക്കാരാണെന്ന് കൊല്ലപ്പെട്ടത്. 19 മുതൽ 30 പട്ടാളക്കാർക്ക് പരിക്കേറ്റു. കാശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെയായിരുന്നു ഉറിയിലെ ആക്രമണം. പത്താൻകോട്ടിലെ വ്യോമസേന കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഉറിയിലെ ആക്രമണം നടന്നത്. ചരിത്രത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളം കാണിച്ചു കൊടുക്കുക എന്ന ഗാന്ധിയൻ തത്വത്തിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു ഇന്ത്യ അന്ന് നടത്തിയത്. സെപ്റ്റംബർ 28, 29 തീയതികളിൽ ഇന്ത്യ പാക് നിയന്ത്രണ രേഖ ഭേദിച്ച് ഇന്ത്യ പാകിസ്ഥാന് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ച നീക്കമായിരുന്നു അത്. ഒരു കച്ചിത്തുരുമ്പിലും പിടിക്കാൻ ഇന്ത്യ സമ്മതിച്ചില്ല. ഇന്ത്യയെ തൊട്ടാൽ തൊട്ട കൈ വെട്ടും എന്ന ആശയം തന്നെയാണ് പാകിസ്ഥാനെ അന്ന് ഇന്ത്യ പഠിപ്പിച്ചു കൊടുത്തത്. ആദ്യമായി തിരിച്ചടി കിട്ടിയ പാകിസ്ഥാൻ പിന്നീട് ഇതുവരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2022 ഹിമാലയൻ അതിർത്തിയില് ഇന്ത്യ ചൈന പട്ടാളക്കാർ തമ്മിലുള്ള മൽപ്പിടുത്തവും വടിയും കല്ലും ഉപയോഗിച്ചിട്ടുള്ള ഏറ്റുമുട്ടലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു സംഭവമാണത്. അമേരിക്കൻ വാർത്താ ഏജൻസിയായ CNN ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഇന്ത്യയുടെ കരുത്തിന്റെ വിളംബരമായി മാറിയ മറ്റൊരു സംഭവമാണ്. അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തു വെച്ചായിരുന്നു ഈ ഏറ്റുമുട്ടൽ. 2021 സെപ്റ്റംബർ 28 തീയതിയായിരുന്നു ഇത് സംഭവിച്ചത്. അതിർത്തി തർക്കം രൂക്ഷമായതുകൊണ്ട് കമ്പിവേലിക്ക് ഇരുവശവും ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും നിലയുറപ്പിച്ചു. ചൈനീസ് പട്ടാളക്കാർ മരവടിയും ഇരുമ്പ് പൈപ്പുകളുമായി കമ്പിലേക്ക് അടുത്തു നീങ്ങി. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇരച്ചു വന്ന ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യ അതിർത്തി സൂചിപ്പിച്ച് കെട്ടിയ കമ്പിവേലി തകർത്തെത്തിയതോടെ ഇന്ത്യൻ പട്ടാളക്കാർ മുന്നോട്ടാഞ്ഞ് ചൈനീസ് പട്ടാളക്കാരെ ആക്രമിച്ചു, വടികൊണ്ട് തന്നെ. അതോടെ ചൈനീസ് പട്ടാളക്കാർ അവരുടെ അതിർത്തിയെ സൂചിപ്പിച്ച് കെട്ടിയിരുന്ന ഉയരം കുറഞ്ഞ മതിൽ ചാടിക്കടന്ന് തിരിഞ്ഞോടി. ഇന്ത്യൻ പട്ടാളക്കാരുടെ ഒരു വിജയം തന്നെയായിരുന്നു അത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ 3379 കിലോമീറ്റർ ദൂരമുള്ള അതിർത്തിയെക്കുറിച്ച് തർക്കം നടക്കുകയാണ്. മോദിയുടെ സൈന്യം ഒരു ഇഞ്ച് പോലും ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 2020 ജൂണില് ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് ഇന്ത്യൻ പട്ടാളക്കാർ ഏറ്റുമുട്ടുന്നു. ഇതിൽ ഏകദേശം 20 മുതൽ 35 ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ സൈനികരുടെ അടിയേറ്റ് കൊല്ലപ്പെടുന്നു. പിന്നീട് 42 ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി വാർത്ത പുറത്തു വരുന്നു. ഏകദേശം 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു കണക്ക്. ഇരുട്ടിൽ 0 ഡിഗ്രിയേക്കാൾ തണുത്തുറഞ്ഞു കിടക്കുന്ന ഗാൽവൻ നദിക്ക് കുറുകെ നീങ്ങുകയായിരുന്നു ചൈനീസ് പട്ടാളക്കാർ. അവരെയാണ് ഇന്ത്യൻ പട്ടാളം തീർത്ത് കളഞ്ഞത്. ജൂനിയർ സർജൻ വാങ് ഉൾപ്പെടെ 38 ചൈനീസ് പട്ടാളക്കാരാണെന്ന് കൊല്ലപ്പെട്ടത്. ചൈനയിലെ സമൂഹ മാധ്യമമായ വെയ്ബോയിൽ പല ചൈനീസ് വായനക്കാരും പങ്കുവച്ച കുറിപ്പുകളാണത്. ഇന്ത്യൻ സൈന്യവുമായിട്ടുള്ള ഉന്തിലും തള്ളലും പെട്ട പല ചൈനീസ് പട്ടാളക്കാരും ആയുധത്തോടെ തണുത്തുറഞ്ഞ നദിയിലേക്ക് വീണു മരിക്കുകയായിരുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന ശത്രുക്കൾ എമ്പാടും വർദ്ധിച്ചു വരുന്നു. നമ്മൾ 77ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണോ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണോ ആഘോഷിക്കുന്നത് എന്ന് സൈബർ ഇടങ്ങളിൽ ജാഗ്രതയോടുകൂടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ 29 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങിയ ഇങ്ങേയറ്റം കന്യാകുമാരി മുതൽ കേരളം വരെ ജമ്മു കാശ്മീർ വരെ 700-ലധികം ഭാഷകൾ സംസാരിക്കുകയും 22 ഷെഡ്യൂൾഡ് ഭാഷയുള്ളതും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൈനനും ബുദ്ധനും സിഖനും വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ, പാർസികൾ, യുങ്ഡ്രോൺ, നമുക്കറിയുന്നതും അറിയാത്തതുമായ വ്യത്യസ്തമായ ജാതികൾ, മതങ്ങൾ, മതമില്ലാത്തവർ, ബഹായി വിശ്വാസം, നമുക്കറിയാത്ത ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന മാനവർ ജീവിക്കുന്ന ജാതി മത ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളാൻ എന്നും ഇന്ത്യക്ക് കരുത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും നിർഭയ ജീവിതത്തിനു വേണ്ടി ജീവനും ജീവിതവും ബലിയർപ്പിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ഇന്ത്യക്കാരായി ജാതിക്കും മതത്തിനും അതീതമായി
സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യസ്നേഹികളായ ഒരുപാട് ആളുകളുടെ ചോര വീണ മണ്ണിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂൺ പറന്നു. ഉടനെ തന്നെ ബിസ്മി എന്ന കട പൊട്ടിച്ചാൽ പോരാ. ഈ രാജ്യത്തിരുന്ന് ചോറ് തിന്നിട്ട്, ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന്, ഈ രാജ്യത്തിന്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തോടും ദേശീയതയോടും കൂറില്ലാത്ത ഇത്തരം ആളുകളെ ഒന്നുകിൽ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം, അതല്ലെങ്കിൽ തീഹാർ ജയിലിൽ അടയ്ക്കണം. അവന്റെ കട പൊട്ടിച്ചതുകൊണ്ടോ അവനെ ഡിക്ലെയർ ചെയ്തതുകൊണ്ടോ ഒരിക്കലും ഇതുപോലെയുള്ള പാകിസ്ഥാൻ പ്രേമികൾ അടങ്ങിയിരിക്കില്ല. അവർക്കൊക്കെ അർഹമായ രൂപത്തിൽ ശിക്ഷ നൽകി തീഹാർ ജയിലിൽ അടയ്ക്കാൻ ഉടനെ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാരിന് കനിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.